പ്രതിഷേധത്തിനൊടുവിൽ സംഘപരിവാർ സംഘടനകളുടെ ഫാസിസത്തിനെതിരെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രമേയം പാസാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്തുകാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ അക്കാദമി പ്രതികരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി എഴുത്തുകാർ പുരസ്കാരം മടക്കി നൽകിയ സാഹചര്യത്തിലാണ് പ്രമേയം. പുരസ്കാരങ്ങൾ എഴുത്തുകാർ തിരികെ വാങ്ങണമെന്നും ദില്ലിയിൽ ചേർന്ന സാഹിത്യ അക്കാദമി അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു. ഈ വിഷയം ഉൾപ്പെടെയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് MP രാജേഷ് MP, BJP വക്താവ് ശ്രീ VV രാജേഷ്, പ്രൊഫസർ MN കാരശ്ശേരി, കവി ശ്രീ രാവുണ്ണി എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ VV രാജേഷ്, എഴുത്തുകാർ നിങ്ങൾക്കെതിരെ എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ പ്രതിരോധിക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോൾ പ്രമേയങ്ങൾ പാസ്സാക്കിയിരിക്കുന്നത്. എന്താണ് പ്രതികരണം? ലാൽ, ഇവിടെ പ്രതിരോധത്തിൻ്റെ പ്രശ്നമോ പ്രമേയത്തിൻ്റെ പ്രശ്നമോ നിലപാടുള്ള പ്രശ്നമൊന്നുമല്ല. ഇവിടെ എഴുത്തുകാർക്ക് ഏറെക്കുറെ എല്ലാ എഴുത്തുകാർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനനുസരിച്ചാണ് അവർ ചില സമയത്ത് പ്രതികരിക്കുന്നത്, ചില സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നത്, ചില സമയത്ത് അവാർഡുകൾ നിരസിക്കുന്നത്, ചില സമയത്ത് അവാർഡുകൾ ലഭിക്കുന്ന ഉടൻ തന്നെ നിരസിക്കും, ചിലപ്പോൾ ഒരു 10-25 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിരസിക്കുന്നത് എന്നുള്ളത്. ഇവിടെ എഴുത്തുകാരിൽ കേരളത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോഴേക്കും പല അധികാര സ്ഥാനങ്ങളിൽ എത്തിയ എഴുത്തുകാരുമാണ്. ഈ എഴുത്തുകാരൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി പ്രതികരിക്കുമ്പോഴേക്കും അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. തിരിച്ചു വരാം. ശ്രീ MP രാജേഷ്, LDF എഴുത്തുകാരും UPA എഴുത്തുകാരുമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ പ്രതിഷേധിച്ചത്. എഴുത്തുകാരും കലാകാരന്മാരും സർഗാത്മകതയുള്ളവരും ഒക്കെ കൂടുതൽ ഇടതുപക്ഷക്കാരാണ് എന്നും പൊതുവിൽ മതനിരപേക്ഷ നിലപാടുള്ളവരാണ് എന്നും രാജേഷ് സമ്മതിക്കുകയാണ്. അത് ഇടതുപക്ഷത്തിന് പൊതുവിലുള്ള ഒരു അംഗീകാരമാണ്. രാജേഷിന് എപ്പോഴെങ്കിലും അങ്ങനെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. പിന്നെ രാജേഷിൻ്റെ അറിവിലേക്കൊരു കാര്യം പറയാം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എഴുത്തുകാർ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് എഴുത്തുകാർ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നയൻതാര സൈഗൾ നെഹ്റുവിൻ്റെ അനന്തരവളായിരുന്നിട്ട് കൂടി അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിച്ച ആളാണെന്ന് രാജേഷിന് അറിഞ്ഞിട്ടും അറിയില്ല നടിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി പ്രതികരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് സച്ചിദാനന്ദനെ പോലുള്ള ആളുകളെല്ലാം. സച്ചിദാനന്ദൻ്റെ രൂക്ഷ വിമർശനമടങ്ങിയ കവിതകൾ അന്നും വന്നിട്ടുണ്ട്. നാവുമരം പോലെയുള്ള, പനി പോലെയുള്ള കവിതകളെല്ലാം ആ കാലത്താണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ NS മാധവൻ ആണ് സിഖ് വിരുദ്ധ കൂട്ടക്കൊലയ്ക്കെതിരായിട്ടുള്ള കഥ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്, വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ. അതേ NS മാധവൻ തന്നെ തർക്കമന്ദിരം തിരുത്ത് എന്ന പേരിൽ ബാബറി മസ്ജിദ് തകർത്തതിന് എതിരായിട്ട് തർക്കമന്ദിരം എന്ന പ്രയോഗത്തെ തന്നെ രൂക്ഷമായിട്ട് പരിഹസിച്ചുകൊണ്ട് NS മാധവൻ കഥ എഴുതിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കുന്നില്ല, ഉത്തർപ്രദേശിലും ബീഹാറിലും അതാത് മുഖ്യമന്ത്രിമാരോടല്ലേ ചോദിക്കേണ്ടത്? ഹരിയാനയിൽ മാത്രം ആ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട, അതിനും താഴോട്ടുള്ള അധികാരങ്ങളിലേക്ക് പോയാൽ മതി. അങ്ങനെ ചെയ്യുന്നില്ല ശ്രീ MP രാജേഷ്? ഇതെന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ തലയിൽ കൊണ്ടുവന്ന് ഈ കുന്തമുന ഉയർത്തുന്നു? എന്തൊരു ദുർബലവും പരിഹാസ്യവുമായിട്ടുള്ള വാദമാണ് ഇവർ ഉയർത്തുന്നത്. ഇത് ഓരോ സംസ്ഥാനത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. RSS സംഘപരിവാർ കേന്ദ്ര ഭരണത്തിൻ്റെ തണലിൽ അഴിച്ചുവിട്ടിട്ടുള്ള ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമുണ്ട്. അതാണ് ഇവിടെ ഈ സംഭവങ്ങൾക്കെല്ലാം നയിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? സംഘപരിവാറോ അതിൻ്റെ തണലിലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളോ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഓരോ സംസ്ഥാനത്തും ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങൾ പോയിട്ടല്ല ഇത് ചെയ്യുന്നത്. സനാതൻ സംസ്ഥ എന്ന് പറയുന്ന പൊതുവിൽ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികൾ. അങ്ങനെയുള്ള ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഹോച്ചുങ്ക പ്രസാദ് എന്ന ഒരു ദളിത് വിദ്യാർത്ഥിയെ ആക്രമിച്ചത് ജാതിക്കെതിരായിട്ട് എഴുതുന്നത് ഹിന്ദുത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ആക്രമണങ്ങളിലെല്ലാം അന്തർലീനമായിട്ടുള്ളത് സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന, മോഡി പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അതിൽ ഓരോ സ്ഥലത്തും ആക്രമണം നടത്തുന്ന സംഘടനകൾ പല പേരാണ്. 1000 കൈകളുള്ള നീരാളിയെപ്പോലെയാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ. ഹനുമാൻ സേനയുണ്ട്, ബജ്രംഗ് ദളുണ്ട്, പലതരത്തിലുള്ള സേനകൾ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇതിനെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എഴുത്തുകാരുൾപ്പെടെയുള്ളവർ അതിനെ എതിർക്കുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്താൽ പ്രചോദിതമായിട്ടുള്ള ആക്രമണങ്ങളെയാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഓരോ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായിട്ടല്ല ഇത് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ രാജേഷ് തിരിച്ചെത്താം. ശ്രീ വി വി രാജേഷ്, ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് വി വി രാജേഷ്, ഞാൻ മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ എടുത്തിടുകയാണ്. നേരത്തെ കർണാടകത്തിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഹരിയാനയിൽ വീണ്ടും ഒരു കൊലപാതകം കൂടി ഉണ്ടായിരിക്കുന്നു. അത് ആത്മഹത്യ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അത് മുൻകൂട്ടി കണ്ട് ഖട്ടാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് വീണ്ടും ഇത്തരം ചെറിയ സംഭവങ്ങൾ എന്ന് മോഹൻ ഭാഗവതൊക്കെ പറയുന്ന സംഭവങ്ങൾ വീണ്ടും ഹരിയാനയിലൊക്കെ ഉണ്ടാകുന്നു? ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, നമ്മുടെ എം പി രാജേഷിന് അന്ധമായ BJP വിരോധം കൊണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മുൻപ് ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നം രാജേഷിന് ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ BJP വിരോധം അമിതമായപ്പോഴേക്ക് രാജേഷിൻ്റെ സംസാരത്തിലും ശൈലിയിലും വിലയിരുത്തലിലുമൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. രാജേഷ് ഈ ഇന്ത്യയിലുള്ള എല്ലാ നക്സലൈറ്റ് സംഘടനകളെയും എല്ലാ തീവ്രവാദ സംഘടനയും ഞങ്ങൾ എന്തിനാണ് മുകളിൽ കൊണ്ടുവച്ച് കെട്ടുന്നത്? അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. രാജേഷ്, ഈ ഹിന്ദു തീവ്രവാദം എന്നുള്ളൊരു 10 വാക്ക് രാജേഷ് കടുപ്പിച്ചു എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞങ്ങളുടെ സംഘടനയാകുമോ? BJPക്കും RSSനും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഞങ്ങളുടെ ഔദ്യോഗിക ഓരോ മേഖലയും ABVP ഞങ്ങളുടെ സംഘടനയാണ്. അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഞങ്ങളുടെ സംഘടനയാണ്, BMS ഞങ്ങളുടെ സംഘടനയാണ്, RSS ഞങ്ങളുടെ സംഘടനയാണ്, യുവമോർച്ച ഞങ്ങളുടെ സംഘടനയാണ്, അതുപോലെ തന്നെ NGO സംഘം ഞങ്ങളുടെ സംഘടനയാണ്. ഇതുപോലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്, ബാലഗോകുലം ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട സംഘടനകളാണ്, അതോടൊപ്പം തന്നെ ഭാരതീയ വിചാര കേന്ദ്രം, ഇതുപോലുള്ള ഞങ്ങളുടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ ചോദിച്ചു. അത് മാത്രമല്ലല്ലോ ശ്രീ വി വി രാജേഷ്, നിങ്ങൾക്ക് നേരിട്ട് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുന്ന, നിങ്ങൾ തന്നെ അംഗങ്ങളായിട്ടുള്ള, നിങ്ങൾ ബാലപാഠങ്ങൾ പഠിച്ച സംഘടനകൾ മാത്രമേ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ നയങ്ങൾ മൂലം കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജേഷ് ചൂണ്ടിക്കാട്ടതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യില്ല. നിങ്ങൾ പ്രസ്താവനകൾ പോലും ഇറക്കില്ല. VK സിംഗ് ഒരു പ്രസ്താവന നടത്തിയാൽ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് നിങ്ങൾ മാതൃക കാണിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് മറ്റ് നിങ്ങൾക്ക് നേരിട്ട് നിയന്ത്രണം ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന, എന്നാൽ നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയ സംഘടനകൾ തലപൊക്കുന്നത്. ഇന്നിതാ ഈ യുവ ദളിത് എഴുത്തുകാരന് പ്രശ്നമുണ്ടായത്, ഹരിയാനയിൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് അവരെ ഒന്നും നോക്കാൻ പറ്റില്ല, അതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലാൽ ഏത് ലോകത്തിരുന്നല്ല, ദൈവം എന്നോട് ലാൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതായത് ഏത് ലോകത്തിരുന്ന കാര്യങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, CPM-ന് INTUC നിയന്ത്രിക്കാൻ സാധിക്കുമോ?